Dear students, in today's class we will discuss colligative properties. Raoult's lawയുടെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടു when a non-volatile solute is added to a solvent to form the solution, lowering of vapor pressure occurs. ഉദാഹരണത്തിന് ഞാൻ വാട്ടർ എടുത്തു, ഇവാപ്പറേറ്റ് ചെയ്യാൻ വെച്ചു, അതിൻ്റെ വേപ്പർ പ്രഷർ ഡിറ്റർമിൻ ചെയ്തു. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു, ഡിസോൾവ് ചെയ്ത് ആ സൊല്യൂഷനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വെച്ചു, അതിനുശേഷം അതിൻ്റെ വേപ്പർ പ്രഷർ ഡിറ്റർമിൻ ചെയ്തു. എന്നിട്ട് രണ്ട് വേപ്പർ പ്രഷറും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ആരുടെ വേപ്പർ പ്രഷർ ആയിരിക്കും കൂടുതൽ? സോൾവെന്റിന്റെ ആയിരിക്കും, പ്യുവർ സോൾവെന്റിന്റെ. അല്ലെങ്കിൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോൾവെന്റിനേക്കാൾ എപ്പോഴും കുറവാണ്. കാരണം ഞാൻ ആഡ് ചെയ്തത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള ഷുഗർ ആണ്. So when a non-volatile solute is added to a solvent to form the solution, what you have seen, vapor pressure is lowered. അതിന്റെ കാരണവും നിങ്ങൾക്കറിയാം. Evaporation is a surface phenomenon. ഇവിടെ സൊല്യൂഷന്റെ സർഫസ് കവർ ചെയ്തിരിക്കുന്നത് സോൾവെന്റ് മോളിക്യൂൾസിനോടൊപ്പം തന്നെ സൊല്യൂട്ട് മോളിക്യൂൾസും കൂടിയാണ്. സൊല്യൂട്ട് മോളിക്യൂൾസ് ആണെങ്കിൽ നോൺ വോളറ്റൈൽ ആണ്. As a result, the escaping tendency of the solvent molecules from the surface will decrease. അതുകൊണ്ട് സോൾവെന്റ് മോളിക്യൂൾസിന് കൂടുതൽ വേപ്പറൈസ് ചെയ്യാൻ കഴിയില്ല, വേപ്പർ കണ്ടന്റ് കുറവായിരിക്കും, അതിന്റെ ഫലമായി വേപ്പർ പ്രഷറും കുറവായിരിക്കും. സോ ഇവിടെ ക്ലിയർ ആണ്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവാണ്. When a non-volatile solute is added to a solvent to form the solution, the vapor pressure of the solution is lower than that of the pure solvent. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുന്നു. നമുക്ക് രണ്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകൾ എടുക്കാം. ഒന്ന് ഗ്ലൂക്കോസും രണ്ടാമത്തത് ഷുഗറും. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് 180, ഷുഗറിൻ്റെത് ഓൾമോസ്റ്റ് ഡബിൾ 342. ഞാൻ എടുക്കുന്നത് 1 മോൾ ഗ്ലൂക്കോസും അതുപോലെ 1 മോൾ ഷുഗറുമാണ്. സോ 1 മോൾ ഈച്ച്. ഈ സൊല്യൂട്ടുകളെ ഞാൻ 1 കിലോഗ്രാം വെള്ളത്തിൽ സെപ്പറേറ്റ് ആയി ഡിസോൾവ് ചെയ്യുന്നു. എത്രയായിരുന്നു? സെപ്പറേറ്റ് ആയിട്ട് 1 കിലോഗ്രാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. സോ യു ക്യാൻ സേ ദാറ്റ് both are 1 molal solutions. അല്ലേ, മൊളാലിറ്റി ആണ് 1 mol in 1 kilogram എന്ന് പറയുന്നത്. 1 molal glucose and 1 molal sugar solution. അതിനുശേഷം ഞാൻ വാട്ടർ 1 കിലോഗ്രാം വാട്ടർ മാത്രം എടുത്ത് അതിനെ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ ഡിറ്റർമിൻ ചെയ്തു. നെക്സ്റ്റ് രണ്ട് സൊല്യൂഷൻസും ഇവാപ്പറേറ്റ് ചെയ്തു, അതിൻ്റെ വേപ്പർ പ്രഷർ സെപ്പറേറ്റ് ആയി ഡിറ്റർമിൻ ചെയ്തു. കമ്പയർ ചെയ്ത് നോക്കി, ആരുടെ വേപ്പർ പ്രഷർ ആയിരിക്കും കൂടുക? സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് രണ്ട് സൊല്യൂഷൻസിനേക്കാളും കൂടുതലായിരിക്കാം. തിരിച്ചു പറഞ്ഞാൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെന്റിനേക്കാൾ കുറവാണ് കാണുന്നത്. ഇനി എത്ര കുറവാണെന്ന് നോക്കി. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് the lowering of vapor pressure, കുറവ് എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷനിലും ഓൾമോസ്റ്റ് തുല്യമാണ്. ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനിലെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും കുറവും, ഷുഗർ ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനിലെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഗ്ലൂക്കോസ് ഒരു സബ്സ്റ്റൻസ്, ഷുഗർ ഇസ് അനദർ സബ്സ്റ്റൻസ്, ദ നേച്ചർ ഇസ് ഡിഫറെന്റ്, മോളിക്കുലാർ മാസ് ഇസ് ഡിഫറെന്റ്. എന്നിട്ടും കുറവുകൾ ഏകദേശം, വേപ്പർ പ്രഷറിലുള്ള കുറവുകൾ ഏകദേശം തുല്യമായി വന്നു. അതിന് കാരണം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നേച്ചറിനെ, ഏത് സബ്സ്റ്റൻസിനെ എന്നല്ല നോക്കുന്നത്, അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വാട്ട്? 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്. എത്രയാ 1 മോളിലുള്ള അളവ്? നമ്പർ അവോഗാഡ്രോ നമ്പർ ആണ്. സോ 1 മോൾ കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ഇവിടെ
ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസിലും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്, ഷുഗറിലും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. സോ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൺലി. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൺലി. അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെയും വേപ്പർ പ്രഷർ ഡിഫറൻസ് തുല്യമായി കാണുന്നത്. ഈ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ആശ്രയിക്കുന്ന 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ദേ ആർ relative lowering of vapor pressure, elevation in boiling point, depression in freezing point, and osmotic pressure. Lowering of vapor pressure, അതായത് വേപ്പർ പ്രഷറിൽ ഉണ്ടാവുന്ന കുറവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടീസും, ഞാൻ പറഞ്ഞ 4 പ്രോപ്പർട്ടീസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഇത്തരം പ്രോപ്പർട്ടീസിന് കൊടുക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോലിഗെയർ, ടുഗദർ ബൈൻഡ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദങ്ങളിൽ നിന്നുമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടായത്. എന്ന് വെച്ചാൽ colligative properties have a common feature എന്നർത്ഥം. What is the common feature? Those properties will depend only on the number of the solute particles. Number of the solute particles. Particles can be atoms, ions or molecules. It depends only on the number and not on the nature or identity of the solute particles in the solution. Colligative properties are the properties which depend on the number of the solute particles and not on their nature. I repeat, colligative properties are the properties which depend on the number of the solute particles and not on their nature. There are 4 types of colligative properties. Which are they? 1. Relative lowering of vapor pressure. 2. Elevation in boiling point. 3. Depression in freezing point. And 4. Osmotic pressure. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. നമുക്ക് സോൾവെന്റിനെ 1 എന്നും സൊല്യൂട്ടിനെ 2 എന്നും എടുക്കാം. സോ സോൾവെന്റ് is taken as what? 1 and solute is represented as 2. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്യുന്നു, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാവും. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ, അതിനെ ഡെൽറ്റ പി എന്നെടുക്കാം. എന്തായിരുന്നു? ഡെൽറ്റ പി. പ്യുവർ സോൾവെന്റിന്റെ മാത്രം വേപ്പർ പ്രഷറിനെ, വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് P01 എന്നെടുക്കുന്നു. പാർഷ്യൽ വേപ്പർ പ്രഷർ of the solvent in the solution, അതിനെ P1 എന്നെടുക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് ഇൻ ദ സൊല്യൂഷൻ Chi1 എന്നും, അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ Chi2 എന്നും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ ആണ്, ഓർ ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. സോ സൊല്യൂട്ട് വേപ്പറൈസ് ചെയ്യുന്നില്ല, സോൾവെന്റിന് മാത്രമേ വേപ്പറൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ യു ക്യാൻ അപ്ലൈ ദ റൗൾസ് ലോ ഫോർ ദ സോൾവെന്റ് ഓൺലി. ആൻഡ് വി ആർ കൺസിഡറിംഗ് dilute solutions. So when you apply the Raoult's law, how we can write? P1 is equal to Chi1 into P01. ശരിയല്ലേ? P1 equal to
chi1 into P01. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അപ്പം എങ്ങനെ എഴുതാം? ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു P01 മൈനസ് P1. ഇതെങ്ങനെയാ വന്നത്? P01 എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിൻ്റെത് മാത്രം, അതാണല്ലോ മാക്സിമം വാല്യൂ. അതിലേക്ക് ഞാൻ സൊല്യൂട്ട്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പം അതെന്തായിട്ട് മാറി? P1 ആയിട്ട് മാറി, അത്രയായിട്ട് കുറഞ്ഞു. സോ ദാറ്റ് ഡിഫറൻസ്, ദാറ്റ് ചേഞ്ച്, അതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതുകൊണ്ടാണ് P01 മൈനസ് P1, വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു P01 മൈനസ് P1 പകരം നേരത്തെ നമ്മൾ കണ്ട P01 ഇൻറ്റു chi1 എന്ന് തന്നെ എഴുതുന്നു. സോ P01 മൈനസ് P01 ഇൻറ്റു chi1. കോമൺ P01 പുറത്തെടുക്കാം. P01 ഇൻറ്റു 1 മൈനസ് chi1 എന്നാവും അല്ലെ? P01 ഇൻറ്റു 1 മൈനസ് chi1. What is P01 ഇൻറ്റു 1 മൈനസ് chi1? 1 മൈനസ് chi1 നമുക്ക് എന്തെഴുതാം? chi2 എന്ന് എഴുതാം. കാരണം എന്താ? chi1 പ്ലസ് chi2 is equal to 1. The sum of the mole fraction will be unity. കണ്ടിട്ടുള്ളതാണ്. സോ ഇപ്പൊ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തായി? ഡെൽറ്റ പി is equal to P01 into chi2. Once again, delta P is equal to P01 into chi2. അടുത്തതായി നമുക്ക് കിട്ടിയ ഈ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മാക്സിമം വേപ്പർ പ്രഷറിന്റെ, അതായത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിന്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P01. The vapor pressure or lowering of vapor pressure relative to the maximum value. ഇതിന് പറയുന്ന പേരാണ് relative lowering of vapor pressure. So what is relative lowering of vapor pressure? Delta P divided by P01. And what is delta P divided by P01? Equal to chi2. Once again, delta P divided by P01 equal to chi2. So, relative lowering of vapor pressure depends on chi2 only, the mole fraction of the solute only, the number of solute particles only. Mole fraction means the fraction of the number of moles ആണ്, particles ന്റെ എണ്ണമാണ്. So, relative lowering of vapor pressure depends on number of the particles. So, you can say that relative lowering of vapor pressure is a colligative property. Proof ആണ്. Now you have derived that relative lowering of vapor pressure is a colligative property because delta P divided by P01 is equal to chi2. So once again, when a non-volatile solute is added to a solvent to form the solution, we can say that the relative lowering of vapor pressure is equal to the mole fraction of the solute in the solution. This is known as the modified form of Raoult's law. What is that? Modified Raoult's law എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറയുന്നത്. എന്തായിരുന്നു? Relative lowering of vapor pressure is equal to the mole fraction of the solute in the solution. This is modified Raoult's law. ഈ colligative properties determine ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്? Is there any application? Yes. The most important application is determination of molecular mass of unknown non-volatile solute. Molecular mass അറിയാത്ത non-volatile സൊല്യൂട്ടുകളുടെ മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള എളുപ്പമാർഗമാണ് അതിന്റെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്. എന്തായിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ? ടു ഡിറ്റർമിൻ ദ മോളിക്കുലാർ മാസ് ഓഫ് അൺനോൺ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സ്. നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എങ്ങനെ മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാം എന്ന് നോക്കാം. ഒരിക്കൽ കൂടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ആ ഫോർമുല ഒന്ന് ഓർക്കാം. ഡെൽറ്റ പി
divided by P01. അതിനെ എങ്ങനെയാണ് എഴുതിയത്? P01 minus P1 divided by P01 is equal to chi2, the mole fraction of the solute. Again, P01 minus P1 divided by P01 is equal to chi2 യെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? N2 divided by N1 plus N2 ആണ് അല്ലേ? The number of moles of the component 2 divided by total number of moles of all the components in the solution. അതാണ് chi2 എന്ന് പറയുന്നത്. So N2 divided by N1 plus N2. We have applied Raoult's law here. Raoult's law apply ചെയ്യണമെങ്കിൽ സൊല്യൂഷൻ കുറച്ചെങ്കിലും ഐഡിയൽ ആയിരിക്കണം. ഐഡിയലിറ്റിയിലേക്ക് എത്തിക്കാൻ നമ്മൾ പഠിച്ച ഒരു കണ്ടീഷനാണ് ഡയല്യൂട്ട് ആക്കുക എന്നുള്ളത്. Solution, if the solution is what? Very, very dilute, it is behaving almost ideally. So here we are considering very dilute solutions. ഇപ്പോൾ സോൾവെന്റിന്റെ അളവ് നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് വളരെ കുറവും. So in this derivation, N2 in the denominator can be neglected. ഡിനോമിനേറ്ററിലുള്ള N2-നെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. Therefore, the relative lowering of vapor pressure becomes P01 minus P1 divided by P01 equal to N2 divided by N1 എന്നായി റെഡ്യൂസ് ചെയ്യും. N2 divided by N1 കാരണം ഡിനോമിനേറ്ററിലുള്ള N2 നമ്മൾ നെഗ്ലക്ട് ചെയ്തു. Again, what is N2? Number of moles. Mass divided by molecular mass ആണ് number of moles. So N2 എന്ന് പറയുമ്പോൾ mass of solute 2 divided by molecular mass or molar mass of 2 എന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ W2 എന്നത് mass of solute ആയും M2 ക്യാപിറ്റൽ ലെറ്റർ M2 എന്നുള്ളത് molecular mass of solute ആയും എടുക്കുന്നു. അതുപോലെ W1-നെ mass of solvent ആയും M1-നെ molecular mass of solvent ആയിട്ടും എടുക്കുകയാണ്. So N2 is equal to W2 divided by M2 and N1 is equal to W1 divided by M1. So substitute ചെയ്യുമ്പോൾ P01 minus P1 divided by P01 is equal to W2 divided by M2 whole divided by W1 divided by M1 എന്നാവും. On rearranging, it becomes W2 into M1 divided by M2 into W1. Once again, W2 into M1 divided by M2 into W1, where M2 is the molecular mass of the unknown solute. M2 is the molecular mass of the unknown solute. So in this way, or using this equation, by knowing the relative lowering of vapor pressure, we can find out the molecular mass of the unknown solute. So in today's discussion, we have studied what are colligative properties, which are the different types of colligative properties, why relative lowering of vapor pressure is a colligative property, and how can you determine the molecular mass of an unknown solute using relative lowering of vapor pressure.